Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. BBA സ്റ്റുഡൻസിന്റെ നാളത്തെ എക്സാം ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ബികോമിന്റെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ് BBA നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാഞ്ഞ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് BBA സ്റ്റുഡൻസിന്റെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ആണ്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് പേപ്പർ. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് BBA 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് പാർട്ട് എയിലുള്ള 15 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിൻ്റെ ആൻസറും കാണാം. സോ നമ്പർ 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നുള്ള തിയറി എപ്പോഴും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ് ദി സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് ആദ്യത്തെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നോക്കിയേ, accounting standards which are issued are in conformity with the provisions of the applicable laws, customs, usages and business environment in India. The accounting standards by their very nature cannot and do not override the local regulations which govern the preparations and presentation of financial statements in the country. The accounting standards are intended to apply only to items which are material. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി എപ്പോഴും വരുന്നതാണ്. അതിൻ്റെ സ്കോപ്പാണ് ചോദിച്ചത്, എത്രത്തോളം അതിൻ്റെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. നമ്പർ 2, സെയിം ചാപ്റ്ററിൽ തന്നെ സ്റ്റേറ്റ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റ്സ് ടു വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, എ പ്രൈമറി ഇഷ്യൂ ഇൻ അക്കൗണ്ടിങ് ഫോർ ഇൻവെൻട്രീസ് is the determination of the value at which inventories are carried in the financial statements until the related revenues are recognized. The standard deals with determination of such value, including the ascertainment of cost of inventories and any written down thereof to net realizable value. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2നെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, നോക്കിയിരിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് നമുക്ക് തിയറി എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് റേഷ്യൂസ്? റേഷ്യൂസിൽ നിന്ന് തിയറി എപ്പോഴും വരുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യൂസിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3, accounting ratios, an important subset of financial ratios, are a group of metrics used to measure the efficiency and profitability of company based on its financial reports. These ratios can be used to evaluate a company's fundamentals and provide information about the performance of the company over the last quarter or fiscal year. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് റേഷ്യൂസ്? അതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഈസി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഈസിയാണ്. എപ്പോഴും നമുക്ക് റേഷ്യൂസിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ് എന്താണെന്നുള്ളത് നോക്കിയേ. പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ് ആർ എ ക്ലാസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോ ദാറ്റ് ആർ യൂസ്ഡ് ടു assess a business ability to generate earnings relative to its revenue, operating costs, balance sheet assets or shareholders equity over time using data from a specific point in time. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസിനെ പറ്റിയുള്ള ചോദ്യം എപ്പോഴും വരുന്നതാണ് കേട്ടോ. അപ്പോൾ റേഷ്യൂസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് ആർ ക്യാഷ് ഈക്വലൻസ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് എന്താണ്? Cash and cash equivalents refers to the line of item on the balance sheet that reports the value of a company's assets that are cash or can be converted into cash immediately. Cashനെയും then നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നതിനെയും കൂടി പറയുന്നതാണ് cash and cash equivalent. That's about question number 5. Number 6, what do you mean by contingent assets? കണ്ടിൻജന്റ് അസറ്റ്സ് എന്താണ്? കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്താണെന്നുള്ളത് റിപ്പീറ്റ് ചോദ്യമാണ്. കണ്ടിൻജന്റ് ലൈബിലിറ്റി മേ ഓർ മേ നോട്ട് ബിക്കം എ ലൈബിലിറ്റി ഇൻ ദി ഫ്യൂച്ചർ. അതിനാണ് കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറയാം. ലൈബിലിറ്റി ആവാൻ സാധ്യത അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല.
അതുപോലെ contingent asset is a potential asset or economic benefit for a company. It does not currently exist but may arise in near future. വരാം വരാതിരിക്കാം. The occurrence of such a contingent asset depends on the occurrence or non-occurrence of a particular set of events over which the company itself does not have full control. നമുക്ക് പറയാൻ സാധിക്കില്ല, ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ നമ്മുടെ അസറ്റ് ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. That's about question number 6. Then 7, what is sinking fund? Sinking fund എന്താന്നുള്ളൊരു ചോദ്യം. A sinking fund is a fund containing money set aside or saved to pay off a debt or bond. The owner of the account sets aside a certain amount of money regularly and uses it only for a specific purpose. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് അല്ല റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയാം. നമ്മൾ അതിലേക്ക് എമൗണ്ട് മാറ്റി വയ്ക്കുന്നു, ഒരു നമുക്ക് ആവശ്യം നമ്മുടെ പർപ്പസിൻ്റെ സമയത്ത് അതിൽ നിന്ന് എടുത്തിട്ട് അത് യൂസ് ചെയ്യുന്നു. ഇനി IFRS കൺവേർജൻസ് എന്താണെന്നുള്ളത് റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. IFRS കൺവേർജൻസ് മിക്ക പേപ്പറുകളിലും കാണാറുണ്ട്. So the convergence of accounting standards refers to the goal of establishing a single set of accounting standards that will be used internationally. അല്ലേ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, നമ്മൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ട് അല്ലേ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് അതിനെ IFRS കൺവേർജൻസ് എന്ന് പറയാം. IFRS convergence is when the country accounting standard board with the guidance of IASB develops a compatible accounting standards. Thus we can say that countries that are converging with the IFRS may sometimes deviate from original IFRS guidelines issued by IASB. അപ്പോൾ IFRS കൺവേർജൻസും ഉണ്ട്, അഡോപ്ഷനും ഉണ്ട്. ചില രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അതിനെ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യും. ബംഗ്ലാദേശൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഇന്ത്യ ചെയ്തത് എന്താ, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവിടെ വെച്ച് ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്തു, കൺവേർജ് ചെയ്തു. നമ്മുടെ ബേസ് അവിടെ തന്നെ നിർത്തി അതിനെ എന്താണ് ഒരുമിച്ച് കൊണ്ടുവരാണ് ചെയ്തത്. അതിനെയാണ് IFRS കൺവേർജൻസ് എന്ന് പറയാം. സോ അതുപോലെ എടുത്താൽ അഡോപ്ഷനായി, നമ്മുടെ ബേസ് വെച്ച് മറ്റേതിനെയും കൂടിയും എടുക്കുകയാണെങ്കിൽ അത് കൺവേർജൻസ് ആയി. 9, what do you mean by capital redemption reserve? CRR എന്താണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ, CRRഉം DRR ഒക്കെ. ഓക്കെ, a statutory non-distribute reserve into which amounts are transferred following the redemption of or purchase of a company's own shares. It is used to pay up new shares to be followed to members as fully paid shares and reduced shares by means of a reduction of capital. അപ്പോൾ CRR എന്താന്നുള്ളത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് IndAS 2 ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി ആസ് പെർ IndAS 2 എന്താന്നുള്ളതാണ്. IndAS 2 റിലേറ്റ് ചെയ്തുള്ള 2 ചോദ്യങ്ങളപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. Inventories are initially recognized at the lower of cost and net realizable value. Cost of inventory include import duties, non-refundable taxes, transport and handling costs, and any other directly attributable costs, less trade discount, rebate, and similar items. Abnormal amount of fees are excluded from cost of inventory. എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് IndAS 2 എന്നുള്ളതാണ് ചോദ്യം. ആ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി വാട്ട് ഈസ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഈസി ചോദ്യം. ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ, അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സമ്മറൈസസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് എൻറ്ററിങ് ആൻഡ് ലീവിങ് എ കമ്പനി. It shows the changes in cash position from one period to another. It explains the reason for increase or decrease in the amount of cash between two balance sheet dates. Cash flow statement എന്താണെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു തിയറി ചോദ്യം. Then what is general reserve? ഇതൊക്കെ ഈസി ചോദ്യങ്ങളാണ് കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. General reserve refers to the amount of profit that is kept aside by company in the form of reserve for meeting future uncertainties. അൺസർട്ടനിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ടിനെയാണ് ജനറൽ റിസർവ് എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാറ്റുമ്പോഴാണ് അതിനെ പ്രൊവിഷൻ എന്ന് പറയാം. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ? ക്യാപിറ്റലിൽ നിന്ന്
എമൗണ്ട് എടുത്ത് റീപേയ്മെൻറ്റ് നടത്തുമ്പോഴാണ് അതിന് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. If debentures are redeemed out of capital, no amount of divisible profit is kept aside for redeeming debentures. Under this method, profit is not used for redemption of debentures. Redemption of capital reduces the liquid resources available to the company. അപ്പോൾ എന്താണ് ക്യാപിറ്റലിൽ നിന്ന് എടുക്കുമ്പോൾ അതിനെയാണ് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 14 ഒരു പ്രോബ്ലമാണ്, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. From the given information, calculate gross margin. സെയിൽസ് പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഈസി ചോദ്യം കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, GP is equal to sales minus cost of goods sold. So 5,20,000 minus 20,000 minus 4 lakh. Then അതിൻ്റെ മാർജിൻ ആണ് ചോദിച്ചത്, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും കൂടിയും കാണാണ്. 1 lakh divided by 5 lakh into 100, 20%. ഓക്കെ, ഗ്രോസ് മാർജിൻ ആണ് ചോദ്യം. ഇനി ലാസ്റ്റ് വൺ, എക്സ് ഇൻട്രസ്റ്റ് എന്താന്നുള്ള ചോദ്യമാണ്. റിപ്പീറ്റ് ചോദ്യമാണ്. എക്സ് ഇൻട്രസ്റ്റോ കം ഇൻട്രസ്റ്റോ. എക്സ് ഇൻട്രസ്റ്റ് മീൻസ് ദി കൊട്ടേഷൻ ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എക്സ്ക്ലൂഡ്സ് ദി ഇൻട്രസ്റ്റ്, ആൻഡ് ഫോർ റെക്കോർഡിംഗ് purpose interest is calculated and added separately to the quotation. So that's about X interest കേട്ടോ. അതാണ് പാർട്ട് എയിലത്തെ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആദ്യത്തെ തിയറി ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഒരുപാട് തിയറി ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങളതൊക്കെ നോക്കിയിരിക്കണേ. ഓക്കെ, accounting standards and advantages. Standards reduces or eliminate together confusing variations in the accounting treatment used to prepare financial statements. Standards permit for disclosure of important information which is not allowed to be disclosed by law. It facilitates comparison of financial statements of enterprises situated in different parts of the world. Accounting standards are the tools to remove financial conflict between different groups of society. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ. നിർബന്ധമായി നോക്കിയിരിക്കണേ. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിലേറ്റ് ചെയ്തിട്ട് IFRSനെ റിലേറ്റ് ചെയ്തുള്ള തിയറി ചോദ്യങ്ങളൊക്കെ ഉണ്ട്, നോക്കണം. സ്കോപ്പ് ഓഫ് IFRS ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോകാം. നോക്കിയേ, IFRSൻ്റെ സ്കോപ്പ്. ISB standards are known as IFRS and scope. All international financial accounting standards and interpretation issued by the former IASC continue to applicable unless and until they are amended for withdrawn. Then it is applied to general purpose financial statements and other financial reporting by profit oriented entities. Number 4, entities other than profit oriented business may also find IFRS appropriate. Then IFRS apply to individual company and consolidated financial statements. Financial statement include balance sheet, income statement, cash flow statement, statement of changes in equity. ഇപ്പോൾ തിയറി എന്തായാലും നോക്കിയിരിക്കണേ. നമുക്ക് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, സ്റ്റോക്ക് തന്നിരിക്കുക. ഈസി പ്രോബ്ലം. കറണ്ട് റേഷ്യോ വന്നിട്ട്, ലിക്വിഡ് റേഷ്യോ വന്നിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ വന്നിട്ട്. നല്ല രീതിയിൽ 5 മാർക്ക് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലോട്ട് പോവാം. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ അതിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 2.5 ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ 2.5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 60,000. സോ ഡിഫറൻസ് 1.5 ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 60,000. സോ അതിൽ നിന്ന് നമുക്ക് കറണ്ട് അസറ്റ് കാണാൻ സാധിക്കും. 60,000 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു നമുക്ക് വേണ്ടത് കറണ്ട് അസറ്റാണ്, അപ്പോൾ ഇൻറ്റു ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് അസറ്റ് കിട്ടി. കറണ്ട് ലയബിലിറ്റി വേണമെങ്കിൽ 60,000 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 1, 40,000 കറണ്ട് ലയബിലിറ്റി കിട്ടി. ദെൻ നമുക്ക് സ്റ്റോക്ക് വേണമല്ലോ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്വിക്ക് അസറ്റ് കാണുമല്ലോ, ലിക്വിഡ് അസറ്റ് കാണുന്നു. സോ 60,000 ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 1.5. അപ്പോൾ 60,000 ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ് കിട്ടി. ഇനി സ്റ്റോക്ക് കാണാൻ കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ് 1 lakh മൈനസ് 40,000, 60,000 ഈസ് ഈക്വൽ ടു 40,000. എന്തായാലും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, നിർബന്ധമായി നോക്കിയിരിക്കണേ. ഇനി നെക്സ്റ്റ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്.
the following particulars extracted. Total sales, return, debtors, bills receivable, creditors, prepaid, debtors collection period, ratio, debtors turnover ratio, creditors turnover ratio, അതിൽ നിന്ന് debtors collection period നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇക്വേഷൻ ഇതാണ്. debtors including BR divided by credit sales into 360. സോ നമുക്ക് വേണ്ടത് ഇതാണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽ മൈനസ് റിട്ടേൺ മൈനസ് ക്യാഷ് സെയിൽസ്. ആൻസർ ഇത് കിട്ടി. ക്രെഡിറ്റ് സെയിൽസ് ഈ ഡെറ്റേഴ്സിൻ്റെ നമുക്ക് ആൻസർ ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് BR 15,000 plus 30,000. സോ 15,000 plus 30,000 divided by 1,20,000 into 360. സോ 54 days ആണ് ആൻസർ കേട്ടോ. ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ റേഷ്യോ 5 മാർക്കിന് 2 പ്രോബ്ലംസ് വന്നിട്ടുണ്ട് കേട്ടോ. നിർബന്ധമായും അപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കണേ. ഇനി നെക്സ്റ്റ് 20th one. On July 1st 2017, A Limited gave a notice to of its intention to redeem its outstanding 4.5% debentures, 102% and offered to the shareholders following option: to apply the redemption of money to subscribe cumulative preference shares, debentures, stock, then to have their holding redeemed for cash if neither of the options under one was accepted. You are required to show journal entries to record the redemption and allotment under 1 and 2 to state the cash required to satisfy the options. ശരി, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. കുറച്ചൊരു ഡിഫിക്കൽട്ട് പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിപ്പീറ്റ് അല്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ആൻസറിലോട്ട് പോകാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കാം കേട്ടോ. റിപ്പീറ്റ് ചോദ്യമല്ല ഇങ്ങനത്തെ. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് വരാറ്. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. നമുക്ക് നോക്കാം. ഡിബെഞ്ചർ ഫസ്റ്റ് എൻട്രി സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓക്കെ. ആദ്യത്തെ ഓക്കെ. സോ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോയിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കാം. വളരെ ഈസിയാണ്. 12, 13, 2 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാം വീണ്ടും. ഇതാണ് ആൻസർ. സിമ്പിൾ. സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ക്യാഷ് ഫ്ലോയിൽ നിന്ന് വരുന്നുണ്ട്. റേഷ്യോയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ തിയറി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, മൂന്നാമത്തെ റേഷ്യോയിലത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോളൂ. ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഡിറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. 22. ഇപ്പോൾ റേഷ്യോ നന്നായിട്ട് കവർ ചെയ്തോളൂ. Stock turnover ratio equation: cost of goods sold divided by average stock. Okay, cost of goods sold is equal to sales minus GP. So നമുക്ക് അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി, ആവറേജ് സ്റ്റോക്ക് കിട്ടി. സോ ആൻസർ 5 times ആണ് വരാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 22. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് റിഡംഷൻ പ്രിഫറൻസ് ഷെയറിൻ്റെ കുഴപ്പമില്ലാത്തതാണ്. ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദി റിഡംഷൻ വാസ് ഡ്യൂലി ക്യാരിഡ് ഔട്ട്. പ്രോഫിറ്റ്. സോ റിഡംഷൻ്റെ എൻട്രി ചെയ്താൻ പറഞ്ഞിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാൻ അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. ഇതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ പാർട്ട് ബി ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തത്. ഇനി പാർട്ട് സി എസ് എയിലോട്ട് പോവാണ്. സോ എസ് എയിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എസ് എ ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. 2 വർഷത്തെ ബുക്കിലത്തെ അതേ ചോദ്യമാണ് കേട്ടോ അത്. 2 വർഷത്തെ ഡീറ്റെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ ആൻസർ കാണിച്ചു തരാം. ഇതാണ് ചോദ്യം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, ഇനി അതിൻ്റെ ആൻസറിലോട്ട് പോകാം.
ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആദ്യം, ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ കേട്ടോ. ബുക്കിലുള്ള ചോദ്യമാണത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കിലുള്ള അതേ ചോദ്യം തന്നെയാണ്. ഓക്കെ, കംഫർട്ടബിൾ. അപ്പോൾ ഇതാണ് ഒരു എസ്സേ വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ട്രയൽ ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഫൈനൽ അക്കൗണ്ട് ഒരു പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഈസി. ഒറ്റ ഇതിലേക്ക് കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ചെറുതാവും. ഇതാണ് ചോദ്യം. ഒറ്റതായിട്ട് എടുക്കുമ്പോൾ ഇതാവണില്ല. ഇതാദ്യത്തെ പാർട്ട്, ക്വസ്റ്റ്യൻ നമ്പർ 25. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ട്രയൽ ബാലൻസ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ആൻസറിലോട്ട് പോവാം. എന്തായാലും ഫൈനൽ അക്കൗണ്ട് ഒരെണ്ണം ഉണ്ടാവും കേട്ടോ. സോ പി ആൻഡ് അക്കൗണ്ട് ആദ്യം. ഇതാണ് പി ആൻഡ് അക്കൗണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ്. ഇതും ബുക്കിലുള്ള ഇനിയാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ എന്തായാലും ഫൈനൽ അക്കൗണ്ട് ഒരു പ്രോബ്ലം നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് റേഷ്യോനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം ആണ്. ഇനി അടുത്ത എസ്സേ വന്നിട്ടുള്ള ഏതാ? റേഷ്യോ. അപ്പോൾ ആദ്യത്തെ വന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് ഇത്, മൂന്നാമത് റേഷ്യോ. സോ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് അപ്രോപ്രിയേറ്റ് റേഷ്യോസ് ആൻഡ് കമൻറ്റ് ഓൺ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. അപ്പോൾ റേഷ്യോയിൽ നിന്നും എസ്സേ പ്രതീക്ഷിക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ, അതുപോലെ തന്നെ എന്താണ് ഫൈനൽ അക്കൗണ്ട്. ഇതൊക്കെയാണ് റിപ്പീറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങളാണ് എസ്സേ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ 4 എണ്ണം വരുന്നതാണ്. എന്താണ് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് നമുക്ക്. സോ ഇതാണ് കറണ്ട് റേഷ്യോ. ഈസിയാണ് കാൽക്കുലേഷൻ, ബുക്കിലുള്ള ചോദ്യമാണ് ഇതൊക്കെ. ലിക്വിഡ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, കമൻറ്റ് ചെയ്യുക, ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എസ്സേക്ക് നമ്മൾ റേഷ്യോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ അക്കൗണ്ട് ഇതൊക്കെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് റേഷ്യോയിൽ നിന്ന്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ തിയറി, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ ആ ഏരിയാസൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഒരുപാട് റിപ്പീറ്റ് ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നല്ല രീതിയിൽ കവർ ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഫൈനൽ അക്കൗണ്ട് എസ്സേ പ്രതീക്ഷിക്കാം. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഏതൊക്കെ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.